ഹലോ CSCB ആസ്പിരൻസ്. അങ്ങനെ ജൂനിയർ ക്ലർക്കിൻ്റെ സിലബസ് വന്നല്ലേ. അപ്പോൾ നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, അതിൽ GK 10 മാർക്ക്, ടെസ്റ്റ് ഓഫ് റീസണിങ് 10 മാർക്ക്, കോപ്പറേഷൻ അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ 15 മാർക്ക്, പിന്നീട് ബാങ്കിങ് 20 മാർക്ക്, ആക്ട് ആൻഡ് റൂൾസ് 15 മാർക്ക് ആൻഡ് അക്കൗണ്ടിങ് 20 മാർക്ക് തുടങ്ങിയ രീതിയിലാണ് നമ്മുടെ സിലബസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് 100 മാർക്കിനാണ് ടോട്ടൽ നമുക്ക് എക്സാം വരുന്നത്. ഇതിൽ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എന്നും അതുപോലെ തന്നെ വൊക്കാബുലറി എന്ന 2 പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്സ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ ടെൻസസ്, സെൻറ്റൻസസ്, പ്രിപ്പോസിഷൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. ഇനി വൊക്കാബുലറിയുടെ കേസിലാണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫ്റ്റൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. ജനറൽ നോളജിൻ്റെ കേസ് യുണൈറ്റഡ് നാഷൻസ് ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ, ട്രാവൻകൂർ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ 5-year പ്ലാൻസ് ആൻഡ് ഇക്കണോമിക് റിഫോംസ്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഗവർണൻസ് ആൻഡ് ഗവർണൻസ് സിസ്റ്റം, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, ഓഷൻസ്, കോണ്ടിനെൻറ്റ്സ്, ഗ്ലോബൽ വാർമിംഗ്, കേരളാസ് ജിയോഗ്രാഫി, ഡിസ്ട്രിക്ട്സ്, റിവേഴ്സ്, അഗ്രികൾച്ചർ, ക്രോപ്സ്, മിനറൽസ്, ഗ്രീൻ റവല്യൂഷൻ, ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയവയാണ് ജനറൽ നോളജിൽ വരുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൽ വരുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ്, സയൻസ്, പൊസിഷൻ ഡിറ്റർമിനേഷൻ ടെസ്റ്റ്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, നമ്പർ റിവ്യൂ സിസ്റ്റം, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻസ്. പിന്നെ ഡേറ്റ് ആൻഡ് കലണ്ടേഴ്സും ക്ലറിക്കൽ എബിലിറ്റി തുടങ്ങിയവയാണ് റീസണിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ വരുന്നതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഡെഫിനിഷൻ, ICA വാല്യൂസ് ആൻഡ് എത്തിക്സ്, കോമൺവെൽത്ത്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, നെക്സ്റ്റ് കോപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പിന്നെ ബാലൻസിംഗ് ഫാക്ടർ ബിറ്റ്വീൻ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. പിന്നെ ഫോറിൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയവയാണ് വരുന്നത്. പിന്നെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്, സർവേ കമ്മിറ്റി, പിന്നെ VL മേത്ത കമ്മിറ്റി, VL മേത്തയുടെ കമ്മിറ്റി, പിന്നെ റിവ്യൂ കമ്മിറ്റി, ഗ്രാഫിക് കാർഡ്, അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്, NCDC, NDDB, NHB, NABARD, എക്സെട്രാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാക്സ് ആൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കിസാൻ അതായത് KCC, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, നാപ്സ്കോബ്, കോബി, പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വർക്കിംഗ് ഓഫ് PCRDB ആൻഡ് KSCRDB, ഡിവഞ്ചർ റിഡംഷൻ ഫണ്ട്. പിന്നെ അതിൽ തന്നെയുള്ളതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ തുടങ്ങിയവയെല്ലാം. പിന്നെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, മെമ്പർഷിപ്പ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസ് ഫെഡ്, നാഷണൽ ഫെഡറേഷൻസ് അതുമായി ബന്ധപ്പെട്ടത്. പിന്നീട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റീസ്, അതിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കെരാഫെഡ്, റബ്കോ, റെയ്ഡ്കോ, കാംകോ തുടങ്ങിയവയെല്ലാം. പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, അതിൽ DWCS, കൺസ്യൂമർ ഫെഡ്, ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം തുടങ്ങിയവയെല്ലാം. പിന്നെ ആപ്കോസിൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റീസ്, KCMMF തുടങ്ങിയവയെല്ലാം. പിന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹാൻഡ്ലൂം, കൊയർ, BD ഹാൻഡിക്രാഫ്റ്റ്, കാഷ്യൂ, ഹാൻഡെക്സ്, കൊയർ ഫെഡ്, ഹാൻഡിക്രാഫ്റ്റ് അപ്പർ സൊസൈറ്റി, കേരള ദിനേശ് BD, കാപ്പെക്സ്, ടെസ്റ്റ് ഫെഡ് തുടങ്ങിയവയെല്ലാം. SCST ഫെഡ്, മത്സ്യ ഫെഡ്, വനിതാ ഫെഡ്, ഹോസ്പിറ്റൽ, ടൂർ ഫെഡ്, ലേബർ ഫെഡ് തുടങ്ങിയ ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ റിസ്ക് ഫണ്ട് സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസ് പെൻഷൻ സ്കീം തുടങ്ങിയ സ്കീമും കാര്യങ്ങളും, ഓംബുഡ്സ്മാനും കൺസോഷൻ ലെൻഡിംഗ് സ്കീമും തുടങ്ങിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രെയിനിങ്, നീഡ് അസസ്മെൻറ്റ്, മാനേജ്മെൻറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ, മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫിനാൻസ് മാനേജ്മെൻറ്റ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങിയത് ALM ഒക്കെ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റൽ സെറ്റപ്പ് ഇൻ കേരള, അതും കോപ്പറേഷനിൽ വരുന്നതാണ്. പിന്നീട് ആക്ട് ആൻഡ് റൂൾസ് നമുക്ക് 15 മാർക്കിനാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അമെൻഡ്മെൻറ്റും അതുപോലെ തന്നെ റൂൾസുമാണ് വരുന്നത്. പിന്നെ ബാങ്കിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 20 മാർക്കാണ് നമുക്ക് ബാങ്കിങ്ങിന് വരുന്നത്. ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, RRB, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, അതിൽ CRR, SLR എന്തൊക്കെയാണ്, NBFC, RRB തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ മൈനേഴ്സ്, പർദാനി
പർദാനിഷൻ ലേഡീസ് തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. പിന്നെ KYC റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ഓഫ് RBI, പിന്നെ NI ആക്ട് 1881, പിന്നീട് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം നെഫ്റ്റ് RTGS UPI തുടങ്ങിയാലും, പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം, ഡെപ്പോസിറ്റ്സ്, പിന്നെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ഇഷ്യൂ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ, നോമിനേഷൻ്റെ റൂൾ, ഗാർണിഷി ഓർഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രയോറിറ്റി സെക്ടേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഇൻ ബാങ്ക്സ്, അതിൻ്റെ റിക്കവറീസും കാര്യങ്ങളൊക്കെ. പിന്നെ അക്കൗണ്ടിങ് 20 മാർക്കാണ് വരുന്നത്. ഡെഫിനിഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ജേർണൽ, ലെഡ്ജർ, സബ്സിഡറി ബുക്സ്, ട്രയൽ ബാലൻസ്, എറേഴ്സ്, ഇറ്റ്സ് റെക്ടിഫിക്കേഷൻസ്, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നീട് ഡിപ്രീസിയേഷൻ മെത്തേഡ്സ്, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്, ഡേ ബുക്ക്, ജനറൽ ലെഡ്ജർ, റെസിപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, BRS തുടങ്ങിയാലും, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട CVP, അതുപോലെ തന്നെ EOQ, കോസ്റ്റ്, ഇൻഡയറക്റ്റ് ഓവർ ഹെഡ്, കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ലേബർ കോസ്റ്റ്, ടൈപ്സ് ഓഫ് ലേബർ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗ്, SWOT അനാലിസിസ്, പ്രോഫിറ്റ് പ്ലാനിംഗ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, പിന്നെ ബജറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് റീഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, R&D സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ തുടങ്ങിയ CVP അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്കിനാണ് സിലബസ് തന്നിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വീതം വെച്ച് 100 മാർക്കാണ് ടോട്ടലായിട്ട് തന്നിട്ടുള്ളത്.